ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബ്ലാക്ക് സൈഡിൽ നിന്നുള്ളൊരു മനോഹരമായ ചെസ് ട്രാപ്പാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിരുന്നു, ബ്ലാക്ക് സൈഡിൽ നിന്നുള്ളൊരു നല്ലൊരു ട്രാപ്പ് കാണിച്ചു തരാമോ? നിങ്ങൾ വൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരുപാട് ട്രാപ്പുകൾ കാണിച്ചു തരുന്നുണ്ട്. ബ്ലാക്ക് സൈഡിൽ നിന്ന് കളിക്കുമ്പോൾ എങ്ങനെ ഒരു നല്ല ട്രാപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു ട്രാപ്പിൽ വൈറ്റ് E4 കളിക്കുമ്പോൾ നിങ്ങൾ സിമെട്രിക്കലായിട്ട് E5 കളിക്കാൻ പോവാണ്. നൈറ്റ് F3 കളിച്ച് ഈ ഒരു പോണിനെ വൈറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ മോസ്റ്റ് നാച്ചുറലായിട്ടുള്ള മൂവ് നൈറ്റ് C6 കളിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ട്രാപ്പിൽ നിങ്ങൾ കളിക്കാൻ പോകുന്നത് നൈറ്റിനെ F6 കളിക്കുകയാണ്. ഇതിനെ പെറ്റർ ഓഫ് ഡിഫൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ വൈറ്റ് നോക്കുമ്പോൾ ഈ ഒരു പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഈ ഒരു ട്രാപ്പ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പോണിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ബ്ലാക്കിന് തിരിച്ച് ഈ ഒരു പോണിനെ വെട്ടാൻ പറ്റില്ല, ഒരു ട്രാപ്പിലോട്ട് പോകും. എന്താണ് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു മൂവിലേക്ക് വരും. ഇങ്ങനെ കളിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് വെട്ടിയതുപോലെ ബ്ലാക്ക് തിരികെ വെട്ടിക്കഴിഞ്ഞാൽ ക്യൂൻ E2 എന്ന് പറഞ്ഞ മൂവ് വരും. അപ്പോൾ ഇനി ഈ നൈറ്റ് എവിടെയെങ്കിലും മാറിപ്പോയെന്ന് വയ്ക്കാം. നൈറ്റ് ഇവിടെ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് C6 ചെക്കിൽ ചെക്കാണ്, ക്യൂൻ വെച്ച് ചെക്കാണ്. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ബിഷപ്പോ ക്യൂനോ എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഒരു ക്യൂൻ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആദ്യം പോലെ ഒന്ന് നോക്കാം. ഇങ്ങനൊരു ട്രാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ E4 E5 നൈറ്റ് F3ക്ക് ശേഷം ഇങ്ങനെ കളിച്ചതിന് ശേഷം ഈ പോണിനെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഈ ഒരു പോണിനെ വെട്ടാനല്ല പോകുന്നത്, പകരം നൈറ്റിനെ C6 കളിക്കാൻ പോവാണ്. ഈ ഒരു നൈറ്റിനെ വീണ്ടും ചലഞ്ച് ചെയ്യാണ്. ആദ്യം ഒരു പോണിനെ ഇവിടെ കൊടുത്തു, ഇപ്പോൾ ഈ ഒരു നൈറ്റിനെ ചലഞ്ച് ചെയ്യാണ്. അപ്പോൾ വൈറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ ഇവിടെ ഡിസ്ട്രോയിഡ് ആയി. ഈ രണ്ട് പോൺസും ഡബിൾഡ് പോൺസ് ആണ്. അപ്പോൾ ഇതൊരു മോശം സ്ട്രക്ചറാണ് ഇവിടെ ബ്ലാക്കിന്. നേരത്തെ ഒരു പോൺ അഡ്വാൻറ്റേജ് കിട്ടുകയും ചെയ്ത് ഒരു ഡബിൾ പോൺ സ്ട്രക്ചർ ഇവിടെ ബ്ലാക്കിനൊരു വീക്ക്നെസ് ഉണ്ടാക്കാൻ വൈറ്റിനെ കൊണ്ട് പറ്റി. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ ബ്ലാക്കിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യൂന് മൂവ് ചെയ്യാൻ ഒരുപാട് നല്ല സ്ക്വയർസ് ഇവിടെ വന്നു കഴിഞ്ഞു. പിന്നെ ഈ ഒരു പോണിലേക്ക് ഈ ഒരു നൈറ്റ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ പോണിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മൂവ്സ് ഒന്നെങ്കിൽ പോണിന് D3 കളിച്ച് നോക്കുക, അല്ലെങ്കിൽ തിരിച്ച് ഈ ഒരു നൈറ്റിനെ ഓടിച്ചുവിടാൻ നോക്കുക. നിങ്ങളുടെ എതിരാളി ഇതിനെ ഇങ്ങനെ പുഷ് ചെയ്ത് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാമായിട്ട് ബിഷപ്പിനെ C5 ഡെവലപ്പ് ചെയ്യുക. ഇവിടെ പല ബിഗിനേഴ്സിനും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ബിഷപ്പ് G5 കളിച്ച് ഈ ഒരു നൈറ്റിനെ അങ്ങ് പിൻ ചെയ്യാൻ നോക്കണേ. ഇപ്പോൾ ഈ നൈറ്റ് മൂവ് ചെയ്താൽ ക്യൂൻ പോകും. പക്ഷെ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് നൈറ്റ് വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കാം. ക്യൂവിനെ സാക്രിഫൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നൈറ്റും ഈ ക്യൂവിനും കൂടെ ബിഷപ്പിലേക്ക് ഡബിൾ അറ്റാക്കാണ്. ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈറ്റ് വന്നിട്ട് ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ പോകുന്നത് ബിഷപ്പ് വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടി ചെക്ക് നൽകും. ഓൺലി മൂവ് കിങ് മുന്നോട്ട് പോകുന്നതാണ്. ഈ സ്ക്വയർ നൈറ്റിൻ്റെ പരിധിയിലാണ്. അതുകൊണ്ട് കിങ് മുന്നോട്ട് കയറുമ്പോൾ ബിഷപ്പ് വെച്ച് G4 വന്നൊരു കിടലിനായിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ എതിരാളി ഈ പൊസിഷനിൽ ക്യൂനിനെ എടുക്കുന്നതിന് പകരം ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ക്യൂവിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രാപ്പ് ഇവിടെ വൈറ്റ് കണ്ടു കഴിഞ്ഞു. എന്നാൽ പിന്നെ ഈ ഒരു നൈറ്റിനെ അങ്ങ് വെട്ടിയെടുത്തേക്കാം. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ പോകുന്നത് ബിഷപ്പ് വന്നിട്ട് ഈ ഒരു പോണിനെ വെട്ടി ചെക്ക് നൽകുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കിങ് വെച്ച് ഈ ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല. കാരണം വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യൂവിൻ്റെ പ്രൊട്ടക്ഷൻ പോയി ക്യൂൻ വന്നിട്ട് ക്യൂവിനെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ കിങ് ഫോഴ്സ്ഫുള്ളി മുന്നോട്ട് കളിക്കണം. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കളിക്കാൻ പോകുന്നത്? ബിഷപ്പ് G4 വെച്ചൊരു ചെക്ക് നൽകുകയാണ്. അപ്പോൾ ഈ ചെക്കിനെതിരെ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കുക. ബിഷപ്പിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാലോ നമ്മൾ ക്യൂൻ വെച്ചിട്ട് ഇതിനെ വെട്ടിയെടുക്കും. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്കൊരു ക്യൂൻ അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വേരിയേഷനിൽ നമ്മൾ കണ്ടത് പോണിനെ പുഷ് ചെയ്തിട്ട് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. ഈ ഒരു വേരിയേഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് പോണിനെ പുഷ് ചെയ്ത് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്താൽ നിങ്ങൾ എങ്ങനെ കളിക്കുമെന്നാണ്. ആദ്യം നിങ്ങൾ കളിക്കാൻ പോകുന്നത് നൈറ്റിനെ ഇവിടെ സെൻട്രലോട്ട് കളിക്കും. നൈറ്റിനെ E4 കളിക്കണം. ഇപ്പോൾ വൈറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മിസ്റ്റേക്കാണ് പോൺ D3 കളിച്ചിട്ട്. ഈ കാര്യം നൈറ്റ് ഒരു പ്രശ്നക്കാരനാവാം. ഇവിടെ വൈറ്റിൻ്റെ ടെറിട്ടറിയിൽ വന്നതുകൊണ്ട് ആ നൈറ്റിനെ ഓടിച്ചു വിടാൻ വേണ്ടി പോൺ D3 കളിക്കുന്നു. ഈ നൈറ്റിനെ ഓടിച്ചു വിടാൻ നോക്കുന്നു. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഈ നൈറ്റിനെ എടുത്ത് മാറ്റാൻ നിങ്ങൾ നോക്കുന്നില്ല, പകരം കളിക്കാൻ പോകുന്നത് ബിഷപ്പിനെ C5 ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ എതിരാളി നൈറ്റിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ
നിങ്ങൾ കളിക്കാൻ പോകണം നേരത്തെ ഇതേ പാറ്റേൺ നിങ്ങൾ നോക്കുക. ഈ പാറ്റേൺ നിങ്ങൾ ഈ ട്രാപ്പിൽ തന്നെ പലതവണ കണ്ടിട്ടുണ്ടാവും. ബിഷപ്പ് വെച്ച് ഈ പോണിനെ വെട്ടിയെടുക്കുക. നേരത്തെ കണ്ട പോലെ തന്നെ ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, ക്യൂനുമായിട്ടുള്ള പ്രൊട്ടക്ഷൻ പോയി ക്യൂൻ വന്ന് ക്യൂവിനെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല, കിങ് മുന്നോട്ട് പോവുക. ഇതാണ് ആകെയുള്ള മൂവ്. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് G4 നിന്ന് വീണ്ടും ചെക്ക് വരും. ഇവിടെയും വീണ്ടും കിങ്ങിന് ഇവിടേക്ക് പോലും വരാൻ പറ്റില്ല, ക്യൂവിന് ഇവിടെ ഉള്ളത് കൊണ്ട്. ആകെയുള്ള മൂന്ന് പറഞ്ഞാൽ ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കുക. ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. ഇനി ഈ ട്രാപ്പ് ആദ്യമായിട്ട് കണ്ടവർക്ക് തോന്നുന്ന ഒരു സംശയമായിരിക്കാം, ഈ ഒരു പോൺ പുഷോ അല്ലെങ്കിൽ ഈ പോൺ വെച്ച് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് നാച്ചുറലായിട്ടുള്ള നൈറ്റ് C3 കളിച്ച് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്തുകൂടാം? ഇങ്ങനെയും നിങ്ങളുടെ എതിരാളി കളിക്കാം. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാലും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം നമുക്ക് നോക്കാം. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ പോകുന്നത് ബിഷപ്പിനെ C5 ഡെവലപ്പ് ചെയ്തു. ഇപ്പം നൈറ്റും ബിഷപ്പും ഇവിടെ വളരെ ആക്റ്റീവാണ്. ഇവിടുത്തെ മോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള മൂവാണ് ബിഷപ്പിനെ C4 കളിക്കുക. വൈറ്റിന് ഉദ്ദേശ്യം ഇവിടെ ക്യാസിൽ ചെയ്യുക എന്നുള്ളതാണ്. ബ്ലാക്ക് ഇവിടെ നേരിട്ട് ക്യാസിലൊക്കെ ചെയ്യുന്നതിന് പകരം നൈറ്റ് G4 കളിക്കുന്നു. ഈ നൈറ്റിനെ വെട്ടാൻ പറ്റില്ല ക്യൂൻ കൊണ്ട്, ഈ ഒരു ബിഷപ്പ് ഇവിടെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ F2 അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ വൈറ്റ് നോക്കുമ്പോൾ ഓക്കെ എനിക്ക് ക്യാസിൽ ചെയ്യാം. ക്യാസിൽ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ F2 പോണിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും 2 പീസുകൾ ഇവിടെ വൈറ്റിന് കിട്ടുന്നതാണ്. പക്ഷെ ഇങ്ങനെ ക്യാസിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ബ്ലാക്കിൻ്റെ ഒരു സ്ട്രോങ് കണ്ടിന്യൂവേഷൻ ഉണ്ട്. എന്താണ്, ക്യൂവിനെ H4 കൊണ്ടുവരാം. ഇവിടെ ചെക്ക്മേറ്റ് ആണ് ത്രെട്ട്, നൈറ്റ് ക്യൂനും കൂടെ ഉണ്ട്, ഇവിടെ ചെക്ക്മേറ്റ് ചെയ്യാനാണ് ത്രെട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ചെക്ക്മേറ്റ് ത്രെട്ട്, പിന്നെ F2 നൈറ്റ് ക്യൂന് ബിഷപ്പ് എല്ലാം കൂടെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചെക്ക്മേറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി H3 കളിച്ചിട്ട് ഈ നൈറ്റിനെ ഓടിച്ചു വിടാൻ നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കളിക്കാവുന്ന മൂവാണ് നൈറ്റ് വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കുക. അപ്പോൾ ഒരുപാട് ഡിസ്കവേർഡ് ചെക്സ് ഇവിടെ ത്രെട്ടൻ ചെയ്യേണ്ടി. നൈറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കവേർഡ് ചെക്സ് ഉണ്ട്. റൂക്ക് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ക്യൂൻ വെച്ച് തിരികെ ജസ്റ്റ് റൂക്കിനെ വെട്ടിയെടുക്കും. ഇനി വൈറ്റ് കുറച്ചും കൂടെ ട്രിക്കി ആയിട്ട് ക്യൂവിനെ F3 കളിച്ച് തിരിച്ചൊരു ചെക്ക്മേറ്റ് ത്രെട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നൈറ്റ് H3 വെച്ച് ഡബിൾ ചെക്ക്. എന്താണ് ഡബിൾ ചെക്ക്? ഈ ബിഷപ്പും വെച്ച് ചെക്കാണ്, നൈറ്റും വെച്ച് ചെക്കാണ്. ഇപ്പോൾ രണ്ടിനെതിരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല നേരിട്ട്. അപ്പോൾ കിങ്ങിന് മാറാന്നുള്ള നിവൃത്തിയുള്ളൂ. ഒരു പക്ഷേ കിങ് ഇവിടേക്ക് മാറിയെന്ന് വയ്ക്കുക. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ പോകണ അടുത്തൊരു ചെക്ക്, അടുത്തൊരു ഡബിൾ ചെക്ക്. വീണ്ടും നൈറ്റ് വെച്ച് ചെക്കാണ്, ക്യൂനും വെച്ചും ചെക്കാണ്. അപ്പോൾ ഇവിടെ ക്യൂൻ വെച്ച് മറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് വെച്ച് ക്യൂവിനെ എടുക്കും. കിങ് മാറിക്കഴിഞ്ഞാലോ ഒറ്റ മൂലൊരു കിടിലൻ ചെക്ക്മേറ്റ് ഉണ്ട്. എന്താണ്, ക്വീൻ ഇവിടേക്ക് വന്നിട്ട് ഒരു കിടിലനായിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുന്നതാണ്. ഇനി ഫൈനലി നിങ്ങളുടെ എതിരാളിക്ക് തോന്നുവാണ് ബിഷപ്പ് C4 കളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്സ് ഒക്കെ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് പ്രയോഗിക്കാവുന്ന ഒരു ആയുധമാണ് ബിഷപ്പിനെ E2 കളിച്ചു നോക്കുക. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാലും, കാരണം ബിഷപ്പ് C4 കളിച്ചു കഴിഞ്ഞാൽ നേരത്തെ കണ്ട ലൈൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റിൻ്റെ ഉദ്ദേശം സാധാ പോലെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ബ്ലാക്കിന് കളിക്കാവുന്നത് ക്യൂവിനെ ഇവിടേക്ക് കൊണ്ടുവരിക, D4 കൊണ്ടുവരിക. ബിഷപ്പും ക്യൂനും കൂടെ ഇവിടേക്ക് വന്ന് ചെക്ക് മേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ത്രെട്ടിനെതിരെ ഇവിടെ വൈറ്റിന് അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. മോറോലെസ് ഇവിടെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഓപ്ഷൻ. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് വെച്ച് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കാര്യം ഇവിടെ വൈറ്റിൻ്റെ കിങ് വളരെ സേഫൊക്കെ ആണെങ്കിലും ബ്ലാക്കിൻ്റെ പീസുകൾ കൂടുതൽ ആക്റ്റീവാണ്. ബിഷപ്പ് ക്യൂന് നൈറ്റ് എല്ലാം ആക്റ്റീവാണ്. മാത്രമല്ല ഇനി ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എല്ലാ പീസുകളും ഇവിടെ ഈ ഒരു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബിഷപ്പും കൂടെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ അറ്റാക്ക് ഇവിടെ ബ്ലാക്കിന് കിട്ടുന്നതാണ്. ബിഷപ്പ് E2 കളിച്ചാൽ നിങ്ങൾ ഈ ഒരു ലൈൻ കളിക്കേണ്ടതാണ്. ഇനി ഫൈനലി വൈറ്റിന് ഈ ഒരു ട്രാപ്പിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ ഇങ്ങനെ കളിച്ചാൽ മതി. അപ്പോൾ ബിഷപ്പ് C4 കളിച്ചാൽ അപകടം നമ്മൾ കണ്ടു കഴിഞ്ഞു. ബിഷപ്പ് E2 കളിച്ചാലും എങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് രണ്ടുമല്ലാതെ ഒരു സിമ്പിൾ മൂവ് കളിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഏതാണ് ആ മൂവ്? സൈലൻ്റ് ആയിട്ടുള്ള H3 എന്നുള്ള മൂവ്. ഈ മൂവ് കളിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു G4 സ്ക്വയർ കൺട്രോൾ ചെയ്യാണ്. നൈറ്റിനേക്ക് ഇവിടെ ചാടി വന്നിട്ട് F2 അറ്റാക്ക് ചെയ്യാനൊന്നും ഇപ്പോൾ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ ഒരു മൂവ് കളിച്ചതോടെ ഇനി ക്യൂൻ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ചെക്ക്മേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ തന്നെ വെറുതെ ക്യൂൻ F3 കളിച്ച് ഇതിനെ ഡിഫെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പൊസിഷൻ ഇവിടെ വൈറ്റിന് ഇവിടെ കളി മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കളിച്ചു പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു H3 മൂവ് കളിച്ച് ഇവിടെ കളി മുന്നോട്ട് പോകുന്നതാണ്. എന്നിരുന്നാലും ഈ ട്രാപ്പ് നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ ഗെയിംസിൽ നിങ്ങളുടെ ഓൺ ദ ബോർഡ് ഗെയിംസിൽ ഇത് കളിച്ചു നോക്കാവുന്നതാണ്.
വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രാപ്പാണ്. ഈ ട്രാപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ട്രാപ്സും ഗെയിംസും നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.